അമ്മയും കുറെ അലവലാതി മക്കളും. അമ്മ എന്ന മഹനീയ പദത്തിന്റെ വില കളയുവാൻ കുറെ സർട്ടിഫൈഡ് അലവലാദികളുടെ കൂട്ടായ്മ. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് AMMA എന്ന സംഘടനയെ അമ്മ എന്ന് വിളിച്ചത് ആരാണെങ്കിലും അവനെ ടാക്സി വിളിച്ചു പോയി 2 എണ്ണം പൊട്ടിക്കണം. അഭിനയ തൊഴിലാളി സംഘടനയ്ക്ക് താരസംഘടന എന്ന് പേര് ചാർത്തി കൊടുത്തതിൽ ഒന്നാം പ്രതികൾ ഇവിടുത്തെ ചില മാപ്രകളാണ്. ബലൂൺ ഊതി വീർപ്പിക്കുന്നത് പോലെ ഈ ഊളകളെ എഴുതി വലുതാക്കിയത് ഇവിടുത്തെ ചില മാപ്രകൾ തന്നെയാണ്. ഇവന്മാരുടെ ദൈവം പോലും പൊറുക്കില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധന്മാരായി നടന്നവന്മാരാണ് ഇന്നത്തെ താരരായാക്കന്മാർ എന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അഫ്രപാളികളിൽ ആമ്പിള്ളാരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് അഭിനയം കാഴ്ചവെക്കുന്ന ഇവറ്റകൾക്ക് ഇന്ന് കാണുന്ന താരപദവി എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നത് പഠനവിധേയമാക്കണം. സകലത്തിനോടും സകലരോടും സ്ഥായിയായ പുച്ഛഭാവമുള്ള മലയാളി എങ്ങനെ ഈ അഭിനയ തൊഴിലാളികളുടെ ആരാധകരായി അടിമകളായി എന്നും ഇനിയെങ്കിലും നാം ചിന്തിക്കണം. ഈ കൂറകളാണ് മലയാള സിനിമയിലെ ചില പ്രധാന താരങ്ങൾ. ഈ അഭിനയ തൊഴിലാളികളുടെ അലമ്പ് ചക്കുളത്തിപ്പോര് വാർത്തയാക്കരുത് എന്ന് ഞങ്ങൾ കരുതിയിരുന്നെങ്കിലും ITV ന്യൂസ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ കാരണം ജനങ്ങളുടെ പ്രാണവേദന കാണാതെ ഈ അഭിനയ തൊഴിലാളികളുടെ വീണവായനയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടാണ്. ഈ അഭിനയ തൊഴിലാളികളുടെ കോക്കാമ്പീച്ചയ്ക്ക് സർക്കാരും മാധ്യമങ്ങളും ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം. കാരണം സിനിമയെ ഒരു വ്യവസായമായി കരുതിയാൽ തന്നെയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന വേറെ എത്രയോ വ്യവസായങ്ങൾ ഇവിടെയുണ്ട്. ആ വ്യവസായങ്ങളുടെ പട്ടികയുടെ ആദ്യ 15 സ്ഥാനങ്ങളിൽ മലയാള സിനിമ എന്നൊന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക. മലയാള ചലച്ചിത്ര വ്യവസായത്തിന്റെ ശരാശരി പ്രതിവർഷ വരുമാനം എന്ന് പറയുന്നത് 1000 കോടി രൂപ മുതൽ 1750 കോടി രൂപ വരെ മാത്രമാണ് എന്നും നിങ്ങൾ അറിയുക. പക്ഷേ ഇവറ്റകൾക്ക് നൽകുന്ന അമിത പരിഗണന കാണുമ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ താങ്ങി നിർത്തുന്ന ഉത്തരം താങ്ങി പല്ലികളാണ് ഇവറ്റകളെന്ന് തോന്നിപ്പോകും. കാലന് പോലും വേണ്ടാത്ത 2 മുതുക്കന്മാരുടെ കയ്യിലാണ്, ഇവരെ ചുറ്റിപ്പറ്റിയാണ് മലയാള സിനിമ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. കഴിവുള്ള ചെറുപ്പക്കാരായ മിടുമിടുക്കന്മാരായ ഫിലിം മേക്കേഴ്സും ഡയറക്ടർമാരും അഭിനേതാക്കളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഈ 2 മുതുകളവന്മാരും ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കോക്കസും അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കും. ഇതിനിടയ്ക്ക് ഇവന്മാരുടെ മക്കളെയും കളത്തിലിറക്കി. സ്വന്തം മക്കളുടെ നായികയായി അഭിനയിച്ചിട്ടേ കളമൊഴിയൂ എന്ന വാശിയിലാണ് ഈ താരരാജക്കന്മാരായ മുതുക്കന്മാർ. മലയാളത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഭൂരിഭാഗം സിനിമകളും തിയേറ്ററുകളിൽ പരാജയപ്പെടുകയാണ് പതിവ്. പ്രതിവർഷം ഏകദേശം 180 മുതൽ 200-ലധികം സിനിമകൾ വരെ മലയാളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏകദേശം 10% മുതൽ 15% വരെ ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് വൻ ലാഭമോ ഇവരുടെ ഭാഷയിൽ നേടുന്നുള്ളൂ. അഭിനയ തൊഴിലാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിറ്റ്സും സൂപ്പർ ഹിറ്റ്സും. വൻ വിജയങ്ങൾ നേടുന്ന ചുരുക്കം ചില സിനിമകളുടെ ലാഭം ഉപയോഗിച്ചാണ് ഈ ഇൻഡസ്ട്രി ഇന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ആഡംബരമാണോ ഇവിടെ കാണുന്നത്? കള്ളപ്പണത്തിന്റെ ഒഴുക്കാണ് ഈ ഇൻഡസ്ട്രിയിൽ. ചില ചിട്ടിമുതലാളിമാർക്കും കള്ളപ്പണക്കാർക്കും കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള ഒരു മാർഗവും പഴയ ആ നാറിയ പേര് മാറ്റുവാനുള്ള ഒരു അവസരവും എന്ന നിലയ്ക്കും ഇവർ ഈ സിനിമയെ ഉപയോഗിക്കുന്നു. 100 കോടി ക്ലബിലേക്ക് 500 കോടി ക്ലബിലേക്ക് എന്നൊക്കെ ഇവന്മാർ പത്രങ്ങളുടെ 1-ാം പേജിൽ പരസ്യം കൊടുത്തിട്ട് ഇതൊന്നും പക്ഷേ കണക്കിൽ കാണാത്തത് എന്തുകൊണ്ടാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. നിലവിലെ സാമ്പത്തിക കണക്കുകൾ പ്രകാരം സിനിമ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്ന ഒരു പ്രധാന സെഗ്മെന്റ് അല്ലെങ്കിലും ഒരു ജനപ്രിയ മേഖലയാണ്. അപ്പോഴും സംസ്ഥാനത്തിന്റെ വരുമാന വളർച്ചയിൽ ഇത് 15-ാം സ്ഥാനത്തിന് താഴെയാണ്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ പ്രധാനമായും സേവന മേഖലകളെയും പരമ്പരാഗത വ്യവസായങ്ങളെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്ന് ഇപ്പോഴും ഇവിടുത്തെ സർക്കാരുകൾ പോലും തിരിച്ചറിയുന്നില്ല. എന്നിട്ടും ഈ അഭിനയ തൊഴിലാളികൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്? തങ്ങൾ വെറും 7-ാം കൂലികളാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഇവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പോലും ഈ അഭിനയ തൊഴിലാളികളെ പണം കൊടുത്തുകൊണ്ട് ഇറക്കുന്നു.
രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരുടെ വാക്വം നികത്താൻ പോലും ഇവറ്റകളെ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം കാലിൽ വാരിയടിക്കേണ്ടുന്നത് ഇവിടുത്തെ ജനങ്ങളെ തന്നെയാണ്. കാരണം ഈ അഭിനയ തൊഴിലാളികളെ എന്തോ വലിയൊരു സംഭവമായി അവർ കാണുന്നു. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന പ്രധാന മേഖലകൾ എന്ന് പറയുന്നത് കാർഷിക മേഖല, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, വിവരസാങ്കേതിക വിദ്യ, റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ, ഭക്ഷ്യസംസ്കരണവും നാണ്യവിളകളും, വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, കടൽ വിഭവങ്ങൾ, മദ്യവും ലോട്ടറിയും, ബാങ്കിംഗ്, ധനകാര്യ സേവനങ്ങൾ, നിർമ്മാണം, ടെക്സ്റ്റൈൽസ്, കയർ, കശുവണ്ടി, ആയുർവേദം തുടങ്ങിയ പ്രമുഖ പരമ്പരാഗത ആധുനിക വ്യവസായങ്ങൾക്ക് ശേഷമേ വരുമാനത്തിന്റെ കാര്യത്തിൽ സിനിമയുടെ സ്ഥാനം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തെ മുൻനിര വരുമാന സ്രോതസ്സുകളിൽ സിനിമ 15-ൽ താഴെയുള്ള സ്ഥാനങ്ങളിൽ മാത്രമാണ് ഉൾപ്പെടുന്നത് എന്ന്. വെറും 1000-1500 കോടിയിൽ താഴെ മാത്രം ടേൺ ഓവറുള്ള ഈ അഭിനയ തൊഴിൽ മേഖലയ്ക്ക് എന്തൊക്കെ പരിഗണനയും ആനുകൂല്യങ്ങളുമാണ് വാരിക്കോരി നൽകുന്നത് എന്ന് നോക്കുക. പ്രത്യേക വകുപ്പ്, അക്കാദമി, ഗ്രാന്റുകൾ, കോടികൾ ഖജനാവിൽ നിന്ന് മുടക്കി വാർഷിക പരിപാടികൾ, അവാർഡ് നിശകൾ, ഇവർ ആവശ്യപ്പെടുന്ന കോടികൾ വാങ്ങി അഭിനയിക്കുന്നവർക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്നോർക്കണം. പഠിച്ച കാലത്ത് വായിൽ നോക്കി നടന്നവന്മാർക്ക് ഓണററി, ഡോക്ടറേറ്റ് പദവികൾ, ലഫ്റ്റനന്റ് കേണൽ പദവികൾ, പരമോന്നത പത്മ പുരസ്കാരങ്ങൾ. വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിച്ചവന് ആനക്കൊമ്പ് കേസിലെ പ്രതിക്ക് പത്മ അവാർഡ് വരെ നൽകി ആദരിച്ച നാടാണ് ഇതെന്ന് നാം ഓർക്കണം. എന്നാൽ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സാമ്പത്തിക മേഖലകളായ കാർഷിക, വ്യവസായ, വിദ്യാഭ്യാസ മേഖലകൾക്ക് സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്ക് എന്ത് പരിഗണനയാണ്, എന്ത് പദവികളാണ് നമ്മുടെ സർക്കാർ നൽകുന്നത്? വല്ലവന്റെയും കാശ് മേടിച്ച് ആമ്പിള്ളാരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് അഭിനയിക്കുന്ന ഈ അഭിനയ തൊഴിലാളികൾക്ക് നൽകുന്ന അമിത പരിഗണന വളരെ തെറ്റായ ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് പദവിയിലെത്തിയ ഒരു IAS ഉദ്യോഗസ്ഥനോ അതുപോലെയുള്ള പദവികളിൽ എത്തിയവർക്കാണോ അഭിനയ തൊഴിലാളികൾക്കാണോ ഇന്ന് സമൂഹത്തിൽ മുന്തിയ പരിഗണനയും സ്ഥാനവും നൽകുന്നത്? കഴിഞ്ഞ ദിവസം അഭിനയ തൊഴിലാളികളുടെ ഒരു അവാർഡ് നിശയിൽ ഒരു MDMA കച്ചവടക്കാരൻ കൂടിയായ ഒരു ഫാഷൻ ഡിസൈനർ ഒരു അല്പവസ്ത്രധാരിയായ പെണ്ണിനെ അടുത്ത് നിർത്തി പറയുകയാണ്, വയറും സ്വല്പം ശരീരഭാഗങ്ങളും കാണിച്ച് അഭിനയിക്കുന്ന ഈ തങ്കമണിയുടെ വരുമാനം 15 കോടിയാണ്. നമ്മുടെ കളക്ടർമാർക്കും ഡോക്ടർമാർക്കും ഒക്കെ ഇവിടെ എന്ത് കിട്ടുന്നു എന്ന്. എന്തായാലും താരമാണ് എന്ന് പറഞ്ഞ് നിലത്ത് കാലുകുത്താതെ നടന്ന ഈ അഭിനയ തൊഴിലാളികളുടെ വിലയിടിഞ്ഞത് 2024 ഓഗസ്റ്റ് 19 പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടിയാണ്. കൊട്ടാരക്കര കൊണേശനും കൊല്ലം മുതുകോഴിയും ഒക്കെ സർട്ടിഫൈഡ് വ്യഭിചാരികളാണ് എന്ന് കേരളത്തിലെ നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നുവെങ്കിലും അതെല്ലാം അറ്റസ്റ്റ് ചെയ്ത് സീലടിച്ച് കിട്ടിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ്. തൈരിൽ മീൻചാർ ഒഴിച്ചടിക്കുന്ന സിദ്ദിഖായുടെ തനിക്കുണവും ജയസൂര്യയുടെ കുൽസിതങ്ങളും കൊല്ലം കോഴിയുടെ കൊത്തിച്ചവിട്ട് രീതിയും ഒക്കെ പുറത്തു വന്നപ്പോൾ അപകടം മണത്ത കോലേട്ടൻ അടിപടലം രാജിവെച്ച് ഷെഡിൽ കയറി മൗന പ്രതത്തിലായിരുന്നത് നാം കണ്ടതാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്ന വമ്പൻ സ്രാവുകളുടെ പേരുകളും ചെയ്തികളും ഒന്നും പുറത്തു വന്നില്ല. എങ്കിലും മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളുടെ പ്രധാന നായകനായ മോഹൻലാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന ലൈംഗികാരോപണങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മോഹൻലാലും അദ്ദേഹത്തിന്റെ ഭരണസമിതിയും പൂർണ്ണമായി രാജിവെച്ചു. കാവ്യ മാധവനുമായുള്ള അവിഹിതം ഭാവന തന്റെ ഭാര്യയായ മഞ്ജു വാര്യരോട് പറഞ്ഞതിന്റെ കലിപ്പ് തീർക്കുവാൻ നടത്തിയ പണികൾ നമ്മൾ കണ്ടതാണ്. അതോടെയാണ് ഹേമ കമ്മിറ്റി രൂപീകരണവും WCC രൂപീകരണവും ഒക്കെ മലയാള സിനിമയിൽ വന്നത്. പക്ഷേ നമ്മുടെ 2 മുതുകാലന്മാരുടെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അട്ടിമറിച്ചു, WCCയെയും ഛിന്നഭിന്നമാക്കി. അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ടാലന്റഡ് ആയിട്ടുള്ള പാർവതി തിരുവോത്തിനെ പോലെയുള്ള നടിമാർ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഏതാണ്ട് ഔട്ടായ അവസ്ഥയിലുമായി. എന്നാൽ കോലേട്ടന്റെ ആളായി നിന്നാൽ അഭിനയിക്കാൻ അറിയില്ലെങ്കിലും വലിയ സിനിമകളുടെ ഭാഗമാകാം എന്ന് ഇപ്പോൾ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യത്തിലെ വാലായി അഭിനയിച്ച നടി നമ്മെ ചെറുതായി ഓർമ്മപ്പെടുത്തുന്നു. മലയാള സിനിമയിൽ കാലന് പോലും വേണ്ടാത്ത 2 മുതുകുകളാണ് ഡയ്യുമടിച്ച് എസ്തെറ്റിക് സർജറികളും ചെയ്ത് കൃത്രിമമായി യൗവന നിലനിർത്തി മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളായി വർത്തിക്കുന്നത്. അതിലേറ്റവും പ്രധാനി സൂപ്പർ സ്റ്റാർ ഡോക്ടർ പത്മഭൂഷൺ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലാണ്. ഡ്രൈവറെ ബിനാമിയാക്കി ആശീർവാദ് സിനിമാസ് എന്ന പേരിൽ നിർമ്മാണ കമ്പനി ഉണ്ടാക്കി മറ്റു പ്രൊഡ്യൂസർമാരുടെ വരെ കഞ്ഞിയിൽ പാറ്റയും മണ്ണും അമേദ്യവും ഒരുമിച്ച് വാരിയിട്ടിട്ടും ഇവിടുത്തെ ഒരു സംഘടനകൾക്കും ഇയാൾക്കെതിരെ ഒരു മൊറട്ടോറിയവും പ്രഖ്യാപിക്കുവാൻ സാധിച്ചിട്ടില്ല, ധൈര്യമില്ല. ഇവരെ നമ്പി നിൽക്കുന്നവർക്ക് മാത്രമേ സിനിമയിലെന്നല്ല സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെ അമരത്തേക്കും വരുവാൻ പോലും സാധിക്കൂ എന്നതാണ് അവസ്ഥ. അതുപോലെ കാലിന് പോലും വേണ്ടാത്ത 2ാമത്തെ ഐറ്റമാണ് മമ്മൂട്ടി. ദുൽഖറിന്റെ മകളുടെ നായികയായി അഭിനയിച്ചിട്ട് വേണം കണ്ണടയ്ക്കാൻ എന്ന ചെറിയൊരു ആഗ്രഹം മാത്രമാണ് ഇനി അദ്ദേഹത്തിന് അവശേഷിക്കുന്നത്. പ്ലേ ഹൗസ്
മമ്മൂട്ടി കമ്പനി എന്നൊക്കെയുള്ള സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിലൂടെ അദ്ദേഹം ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരു സംഘടനകൾക്കും പരാതിയില്ല. ഇതിനിടയ്ക്ക് മലയാള സിനിമയിൽ ആളാകുവാൻ വന്ന തങ്ങൾക്ക് തന്നെ വെല്ലുവിളിയായേക്കാവുന്ന ഗോപാലകൃഷ്ണൻ എന്ന ആശാരിച്ചക്കനെ എങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പ് ഒതുക്കി നാറ്റിച്ചു കളഞ്ഞത് എന്ന് നമ്മൾ കണ്ടതാണ്. സൗബിൻ താഹിർ എന്ന ടാലന്റുള്ള അഭിനേതാവും ഫിലിം മേക്കറുമായ പ്രതിഭയെ ED റെയ്ഡ് നടത്തി വിരട്ടി ഒതുക്കുവാൻ ശ്രമിച്ചതും ഇതേ പവർ ഗ്രൂപ്പ് തന്നെ. 32 കൊല്ലം മുമ്പ് സതുദ്ദേശത്തോടെ ആരംഭിച്ച AMMA എന്ന അഭിനയ തൊഴിലാളി സംഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യങ്ങളും ഒക്കെ തുടക്കത്തിൽ വളരെ നല്ലതായിരുന്നു. എന്നാൽ ഇന്ന് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 2 അഭിനയ തൊഴിലാളി പ്രമുഖന്മാരുടെ അപ്രമാദിത്വം ഊട്ടി ഉറപ്പിക്കുക എന്നത് മാത്രമായി മാറി. അതിനായി അവർ പിടിച്ചുവെപ്പ് മേഖലയിൽ തന്റെ പ്രാവീണ്യം തെളിയിച്ച ഇടവേളകളിൽ മാത്രം അഭിനയിക്കുവാൻ പോകുന്ന ബാബുവിനെ പിടിച്ച് ആ കസരയിലിരുത്തി തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പാക്കി. ഈ 2 മുതുക്കന്മാരുടെയും ഇവരുടെ മക്കളുടെയും അഭിനയം നമ്മൾ സഹിച്ചത് പോട്ടെ. ലാലിന്റെ ഡ്രൈവർ പെരുമ്പാവൂർ ആന്റണിയുടെ മുടിഞ്ഞ അഭിനയം വരെ കാശ് കൊടുത്ത് നമ്മൾ കണ്ട് കൈയടിച്ചു പ്രബുദ്ധ മലയാളികൾ. എതിർസ്വരമുയർത്തിയ കഴിവുറ്റ പല നടീനടന്മാരെയും ഒതുക്കിക്കളഞ്ഞു. WCCയുടെ നേതാക്കന്മാരെയും പാർവതി തിരുവോത്തിനെ പോലെയുള്ള അനുഗ്രഹീത നടികളെയും ഒക്കെ ഒതുക്കി. ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നു കൊടുക്കുന്നവരെ പിടിച്ച് സിനിമയുടെയും സിനിമാ സംഘടനകളുടെയും സുപ്രധാന പദവികളിൽ കൊണ്ടിരുത്തി ഈ അഭിനയ ആഭാസന്മാർ. ഇന്ന് അമ്മയുടെ നായരും കുഞ്ഞമ്മയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ആരൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. മാട്ട മിമിക്രി കളിച്ച് പൂരപ്പറമ്പുകൾ വഴി നടന്ന വാവിളന്താൻ ടിനി തങ്കപ്പൻ, സ്വന്തം പ്രസവം പോലും ചിത്രീകരിക്കുവാൻ പണം വാങ്ങി കാലകത്തി ക്യാമറയുടെ മുന്നിൽ കിടന്നവൾ, അങ്ങനെ എന്തെല്ലാം ഐറ്റങ്ങൾ. മാട്ടപ്പറമ്പിലൂടെ നിയമസഭയിലെത്തിയ പിഷുവിന്റെ ഡിഷും വരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹലോ, ഞാനേ നിങ്ങളുടെ ക്ലൗഡ് പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുന്നത്. അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. മലയാള സിനിമയിലൂടെ ഉത്തരം താങ്ങി പല്ലുകളായ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ഈ 2 കാലിന് പോലും വേണ്ടാത്തവന്മാരുടെ താറതാങ്ങികൾ മാത്രമാണ് ഇപ്പോൾ സിനിമയുടെ സംഘടനയിലും സിനിമയിലുമൊക്കെ ഉള്ളത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുക. ഇനി അടിമുക്കുമ്പോൾ ഈ മുതുക്കന്മാർ തന്നെ സംഘടനയുടെ അമരത്തേക്ക് വരണമെന്ന് ഇവന്മാരുടെ സിൽബന്ധികൾ നിർബന്ധിക്കുമ്പോൾ നിർബന്ധം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഏറ്റെടുക്കുന്നു എന്നും പറഞ്ഞ് കോലേട്ടൻ ഉടൻ വരും, കാത്തിരിക്കുക. അവസാനമായി നമ്മുടെ താരരാജാക്കന്മാരായ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഒരു കാര്യം ചോദിക്കുവാനുള്ളത്, നിങ്ങൾക്ക് നമ്മുടെ രജനീകാന്തിനെ പോലെ ഒരു ദിവസമെങ്കിലും വെഗ് വെക്കാതെ വെപ്പുവല്ല് വെക്കാതെ പുറത്തിറങ്ങാമോ? ആരാധകർ എന്ന് പറയുന്ന ഊളകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അഭിനയ തൊഴിലാളികളുടെ വീടുകൾക്ക് രാഷ്ട്രപതിയുടെ വീടിനില്ലാത്ത സുരക്ഷയും ബന്ദോബസ്തും ഒക്കെ എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇവന്മാർ വിഗ്ഗില്ലാതെ വെപ്പുവല്ലില്ലാതെ നിൽക്കുന്നത് കണ്ടാൽ പെറ്റ തള്ളയെന്നല്ല ഇവന്മാർ പോലും സഹിക്കില്ല. അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ സിനിമയെ വെറും വിനോദോപാധി എന്ന നിലയിൽ മാത്രം കാണുക. അഭിനേതാക്കളെ താരങ്ങൾ, താരരാജാക്കന്മാർ എന്നൊന്നും കാണാതെ വെറും അഭിനയ തൊഴിലാളികൾ അത്രയ്ക്കേ ഉള്ളൂ എന്ന നിലയിൽ കാണുവാൻ തുടങ്ങിയാൽ ഇവന്മാരുടെ കാല് ഭൂമിയിൽ കുത്തിത്തുടങ്ങും. ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.